പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രമായിരിക്കും ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിൽ ഈ പ്രാക്ടിക്കലായിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഏറ്റവും അത് ബേസിക്കായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഹെഡ് ഗാർഡ് അങ്ങനെയുള്ള കുറച്ചേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സീക്രട്ട് വെപ്പൺസ് എന്താണെന്ന് ഇതിന് മുന്നേയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കയറി കാണുന്നത് ഒരുപാട് ഉപകാരമായിരിക്കും. പിന്നെ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ മാക്സിമം ക്ഷമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. കാരണം നമ്മുടെ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇനി മറിച്ച് നമ്മളെ ആരാണെന്നറിയാതെ വന്ന് നേരിട്ട് ആക്രമിക്കുമ്പോൾ സംസാരിക്കാൻ സമയം കിട്ടുന്നു വരില്ല. അവിടെ മാത്രമാണ് അറ്റാക്ക് ഉണ്ടാവുക. സംസാരിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതാണ് ഒന്നാമത്തെ. കാരണം നമ്മുടെ വീട്ടിലുള്ള ആരും തന്നെ ചിലപ്പോൾ അറിയാതെ വരുന്നവരായിരിക്കും, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കാറിലാണ് പോകുന്നതെങ്കിൽ ആ കാർ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർക്കിംഗ് ഏരിയയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഇപ്പോൾ ഒരു അടി ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പേര് അടിക്കുമ്പോൾ ഓടി വന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തെടുക്കാനുള്ള സമയം ഉണ്ടാകുമോ എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് കാറിനടുത്തേക്ക് ഓടാവും. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഈ കാറിൽ വന്ന് ഇവർ ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പ്രാക്ടിക്കൽ ഫൈറ്റിങ്ങിലേക്ക് വരാൻ. പിന്നെ സാഹചര്യം നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് നമ്മളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അറ്റാക്ക് വരുന്ന സമയത്ത് ആ പബ്ലിക്കിന് എപ്പോഴും തോന്നണം നമ്മുടെ ഭാഗത്ത് പ്രശ്നമില്ല എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉന്തും തള്ളുമായിരിക്കും ആദ്യം ഉണ്ടാവുക. ഒന്നും തള്ളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തള്ളൊക്കെ കൊണ്ട് മാറുന്നതായിട്ടും മറിയുന്നതായിട്ടൊക്കെ നോക്കിയതിന് ശേഷം പിന്നീട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹം കൂടി നമ്മുടെ കൂടെ നിൽക്കും. ഇങ്ങനെയുള്ള കുറച്ചേറെ ടാറ്റിക്സ് നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ വേണം. ഇനി ഒരുപാട് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യമുണ്ട്. വേറെ ഒന്നും ചിന്തിക്കേണ്ട, റൺ, ഓടിക്കോളുക. ഇത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കുക. ഓടിക്കോളുക. ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇത് പൊതുവിൽ അഭ്യാസികൾക്ക് ചേർന്ന ഒരു വാചകമല്ല എന്ന് പലരും പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ശരീരം രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമെങ്കിൽ ഓടുകയാണെങ്കിൽ ഓടുക, രക്ഷപ്പെടിച്ചാൽ മതി. ഓക്കെ. ഇനി ഓടിക്കഴിയുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവർ വീണ്ടും നിങ്ങളെ ഫോളോ ചെയ്യാമെന്ന് കൂട്ടിയാട്ടെ. അങ്ങനെ വരുമ്പം പോലും ഈ ഓടുന്നവർക്ക് ഒരേ സ്റ്റാമിന ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് കിട്ടുമെന്നൊരു ഗുണം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓടിക്കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് അടിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. എല്ലാവർക്കും തിരിച്ച് അങ്ങേറ്റം വരെ അടിക്കാനല്ല ഞാൻ പറയണത്. ഇവരടുത്തെത്തുന്നവരെ ഓരോരുത്തരായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ സിറ്റുവേഷനാണ്. നിങ്ങൾ എവിടെയാണ് മാർഷൽ ആർട്ട് ചെയ്യേണ്ടി വരിക, ഡിഫൻസ് എവിടെയാണ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു തീൻമേശയിലാണ് എങ്ങനെ ആയിരിക്കണം, ഇനി നിങ്ങളൊരു ബസ്സിലാണ് എങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഫൈറ്റിങ് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികളെ കിടത്തുന്ന പോലെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാലോ, അവരെല്ലാം നമ്മൾ കുറുക്കൊക്കെ കൊടുത്ത് കോംപ്ലാനും മറ്റ് സാധനമൊക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത് കൊണ്ട് അവർക്ക് ആരോഗ്യശീലം ഉണ്ടാവില്ല. വ്യക്തമായി പിടികിട്ടിയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യപരമായി അവർ വീക്കായിരിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ തൊട്ടിയിലിട്ട് വളർത്തിയല്ല നമ്മുടെ സ്റ്റുഡൻസിനെ പ്രാക്ടീസ് കൊടുക്കേണ്ടത്. നല്ല അടി കൊടുത്ത് പഠിപ്പിക്കുക തന്നെ ചെയ്യുക. എന്നാലേ സ്ട്രീറ്റിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രീറ്റിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ കാരണത്തൊരടി കൊള്ളുമ്പോൾ അത് താങ്ങാൻ ശേഷിയില്ലാത്ത ബോധം കെട്ട് വീഴുന്ന ഒരുത്തനാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പറയേണ്ട കാര്യമില്ല, അവർ വേണ്ടത് ചെയ്തോളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കോംപ്രമൈസിന് റെഡിയാക്കാതിരിക്കുക. കാരണം അതൊരു ജീവൻ മരണ പോരാട്ടം ആയതുകൊണ്ട് അത്രയും ഹാർഡ് ട്രെയിനിങ് നമുക്ക് അത്യാവശ്യമാണ്. ശാരീരിക ക്ഷമത ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്. ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ കൂടി, സ്പീഡ് ആവശ്യമാണ്, കൺട്രോൾ ആവശ്യമാണ്, സാഹചര്യങ്ങളെ ഉപയോഗിക്കാനുള്ള നമ്മുടെ കഴിവ് ആവശ്യമാണ്. എന്താണ് നമുക്ക് അടുത്ത് കിട്ടുന്നത്? ഒരു ടേബിളാണോ, ഒരു ചെയറാണോ, ഒരു കപ്പാണോ, ചായക്കപ്പാണോ, ഒരു പ്ലേറ്റാണോ, ഇതെല്ലാം അറിയാതിരിക്കണം. ഇതെല്ലാം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഏതൊക്കെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായിട്ട് ക്രാമാക പോലുള്ള ആർട്ടുകളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് സ്ട്രീറ്റ് ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് പഠിക്കുന്നെങ്കിലും ക്രാമാക ഒന്ന് രുചിക്കുന്നത് നല്ലതാണെന്ന് പറയും. കാരണം അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊരു സിലബസ് ആയതുകൊണ്ട് നമുക്ക് ചാനലിൽ വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അത് അത്ര താല്പര്യമുള്ളവർ പഠിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഒരു ചായക്കടയിൽ ഇരിക്കുമ്പോൾ ഒരു അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരടി വന്നെങ്കിൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നേരെ ഫേസിലേക്ക് ഇടുക, ഒഴിക്കുക, ശക്തമായിട്ട് ഒഴിക്കുക. അപ്പോൾ ആ സമയത്ത് ചൂടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ട് അവരുടെ കണ്ണിലേക്ക് ഒരു നിമിഷ നേരം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിക്കുകയും നേരെ നമുക്ക് കപ്പ് കൊണ്ട് ചില ഏരിയകളിൽ അറ്റാക്ക് ചെയ്യാനും പറ്റും.
അപ്പോൾ ആ സമയത്ത് കപ്പ് പിടിക്കേണ്ട ചില മെത്തേഡുകളുണ്ട്. വ്യക്തമായി നോക്കുക. ഇങ്ങനെ പിടിച്ച് നമുക്ക് അടിക്കാൻ വളരെ ഈസി ആയിരിക്കും. അത് സിംഗിൾ ഫിംഗർ കയറ്റിയിടുക, ഇങ്ങനെ മുറുകെ പിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഏരിയയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്കെതിരെ ഇപ്പോൾ നമ്മൾ മഴ നനഞ്ഞു പോകുന്ന സമയത്താണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് കുട നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറ്റാക്ക് വന്ന് നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. ഓക്കെ, ഈ കുട നോർമലി നോർക്കുന്ന സമയം നോക്കാം. ഇത്ര സമയം, ഈ സമയത്തിനകത്ത് ചായ നമ്മുടെ ദേഹത്ത് വീണിട്ടുണ്ടാവും. അതിന് നമ്മൾ ചെയ്യുന്ന ട്രിക്കുണ്ട്. ഇതിങ്ങനെ നിവർക്കുകയും നമ്മൾ ശരിക്കും ഇത് പുഷ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ആക്ഷൻ്റെ ടെക്നിക്ക് പിടികിട്ടി. എങ്ങനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുട, ഈ കുടയുടെ എല്ലാ വശങ്ങളും ഉപയോഗിക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി കാണാം. സാധാരണ വലിയ കുട നമ്മൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മൾ പറഞ്ഞില്ല കപ്പ് കൊണ്ട് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുക, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു കപ്പ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, അറ്റാക്ക് വരുന്നു. വേണ്ട, അറ്റ് എ ടൈം ഉണ്ട്, ഒറ്റ അടിക്ക് പൊളിക്കണം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കപ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും നമ്മുടെ ഈ റിങ് നമ്മുടെ കയ്യിലുണ്ടാവും. ഇത് വെച്ച് നമുക്ക് പലതും ചെയ്യാനായിട്ട് പറ്റും. അപ്പം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കില്ല, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, അറ്റാക്ക് വന്ന് ഫേസിലേക്ക് ഇടുക, നേരെ അടിച്ച് പൊളിക്കുക. ക്ലിയർ ആയിട്ട് പിടി കിട്ടിയോ? ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ബാലൻസ് ഇതുകൊണ്ട് നമുക്ക് പലതും ചെയ്യാം. അത് അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കും. ഇത്രയും ചെയ്യാമെന്നുള്ളത് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ. ഓക്കെ, ഇവിടെ തന്നെ ഇതുപോലുള്ള വാട്ടർ ബോട്ടിലുകൾ വാങ്ങാൻ കിട്ടുമ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം കൊണ്ടുപോവുകയും ചെയ്യാം. ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നല്ല വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുനടക്കാവുന്നൊരു സാധനമാണ് വാട്ടർ ബോട്ടിൽ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങുമ്പോൾ, വീട്ടിലെ പേർക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വണ്ടിയിലൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ആയുധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിലൊക്കെ കരുതുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടിടത്തും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇനി മറ്റൊരു വിദ്യ, ഇപ്പോൾ സാധാരണ നമ്മൾ ഫൈറ്റിങ് നമുക്കറിയാം, ഒരു കുട്ടുമേലിൽ നിന്ന് വരുമ്പോൾ നമ്മൾ തട്ടാനും ശീലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുക. സ്ട്രീറ്റ് ഫൈറ്റ് വരുമ്പോൾ ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ട് ഈ തട്ടുകൾ കഴിവുള്ളതുകൾ ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ അറ്റാക്ക് വരുമ്പോൾ ഇവിടെ അടിച്ച് കളയും. വ്യക്തമായി മനസ്സിലാക്കുക. വരുമ്പോൾ ഇവിടെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാം നന്നായിട്ട്. അപ്പോൾ ഒക്കെ കൈ വെറുതെ ഇവിടെ വെച്ചാൽ മതി. അപ്പം നമ്മൾ കയറുമ്പോൾ ഇവിടെ ഒരു അടി അടിച്ച് ഇവിടെ ഒരു അടി അടിച്ചാൽ നമുക്ക് നേരെ എടുത്ത് ഇവിടെ അടിക്കാം. പിടി കിട്ടിയോ? അപ്പോൾ ആളുടെ ഫേസ് എങ്ങോട്ടാണ് വരിക? മുന്നോട്ട്. നമുക്ക് തിരിച്ചടിക്കാനുണ്ട്. വ്യക്തമായി പിടി കിട്ടിയോ? അതിൻ്റെ അർത്ഥം ബ്രൂസ് ലീ പറയാറുണ്ട്, നിങ്ങൾക്കൊരാളുടെ ഫേസിൽ പഞ്ച് ചെയ്യണമെങ്കിൽ കാലിൽ കിക്ക് ചെയ്യാം. വ്യക്തമായി പിടി കിട്ടിയോ? ഫേസിൽ പഞ്ച് ചെയ്യണമെങ്കിൽ കാലിൽ കിക്ക് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ആൾ മുന്നോട്ട് കയറുമ്പോൾ നമ്മൾ തട്ടുമ്പോൾ ആളുടെ ഫേസ് മുന്നോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേസിലേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രീറ്റിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ പോകാതിരിക്കുക. കഴിവുള്ളിടത്തോളം അറ്റാക്ക് തീർക്കാൻ നോക്കുക. നമുക്ക് നിവൃത്തികേട് വരുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യണത്. ആ നിവൃത്തികേടിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കുക തന്നെ വേണം. ഇതാണ് പ്രധാനമായുള്ളൊരു കാര്യം. ഇനി നമ്മൾ എവിടെയാണ് ഒരു അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവന് ഭീഷണി എന്ന് തോന്നുന്നത് മുതൽ നിങ്ങൾ ചിന്തിക്കുക. ഉറപ്പായിട്ട് ഇവൻ നമ്മളെ കുത്തിയിട്ടേ വെട്ടിയിട്ടേ പോകൂ എന്ന് ചിന്തിക്കുന്ന സമയത്ത് വേറൊന്നും ആലോചിക്കണ്ട, ഒറ്റ കാര്യം ആലോചിക്കുക. ചിലർ പറയില്ല ധൈര്യം വേണം. ധൈര്യം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൻ്റെ ബേസാണ്. ധൈര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര മാർഷായിട്ട് പഠിച്ച ആളും ധൈര്യമില്ലെങ്കിൽ വെറും വേസ്റ്റാണ്. അപ്പോൾ ആ ധൈര്യം ഉണ്ടാകുന്നതിന് ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇവൻ്റെ കുത്ത് കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ നാളെ ഒരിടമില്ല. ആ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ആലോചിക്കണം, എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക. മനസ്സിലായോ? നാളെ ഇപ്പോൾ എനിക്കിട്ടൊരാൾ അറ്റാക്ക് ചെയ്ത് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് നാളെ മുതൽ അങ്ങോട്ട് ഭൂമിയിലേക്ക് കിട്ടേണ്ട അടുത്ത കുറച്ചേറെ വർഷക്കാലം എനിക്ക് നഷ്ടമാകും. എൻ്റെ കുടുംബത്തിന് നഷ്ടമാകും. അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരൊറ്റ ചിന്ത മതി അവനെ കളയാനായിട്ട്. അത് നമ്മുടെ നിയമം നമ്മൾക്ക് അനുശാസിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രീറ്റ് ഫൈറ്റിങ് ഇഷ്ടമുള്ളതാക്കി മാറ്റാനായിട്ട് പറ്റും. പിന്നെ മഴ ആയതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി ചെയ്യാൻ പറ്റാത്തത്. മഴയുടെ ഒരു കുറവ് വരുന്നതനുസരിച്ച് കൂടുതൽ വീഡിയോ ആയിട്ട് വരാം. എന്തായാലും ഈ നിർദ്ദേശങ്ങൾ, ഈ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾ നന്നായി എടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.